സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. 5 കോടി രൂപയുടെ അക്കൌണ്ടാണ് മരവിപ്പിച്ചത്. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ നിർദ്ദേശിച്ച ആദായ നികുതി വകുപ്പ്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകളെന്നും ഒന്നും ഒളിക്കാനില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ്. തൃശൂരിലെ സിപിഎം ഓഫീസായ അഴീക്കോടൻ മന്ദിരം കള്ളപ്പണത്തിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ. സിപിഎം ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ബിജെപി. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ടിൽ നടന്നു. കൊടിയേറ്റം 13-ന്. ബ്രോഡ്ബാൻഡ് മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്ത കേരള വിഷൻ. OTT പ്ലാറ്റ്ഫോം ഉടനെത്തും. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. കുന്നംകുളത്ത് KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. സിപിഎമ്മിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പ്. സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. ബാങ്കിൽ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൌണ്ട് കാണിച്ചിരുന്നില്ല. 1998 തുടങ്ങിയ അക്കൌണ്ടിൽ ഇപ്പോഴുള്ളത് 5 കോടി 10 ലക്ഷം രൂപയാണ്. ഇതിൽ 1 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. സിപിഎം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത്. ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടമടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഒളിപ്പിക്കാനില്ലെന്ന് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് വിഷയത്തിൽ പ്രതികരിച്ചു. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൌണ്ടുണ്ട്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ. ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അക്കൌണ്ട് മരവിപ്പിച്ച നടപടി രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഒരു കാരണവും ബോധിപ്പിക്കാതെ അക്കൌണ്ട് മരവിപ്പിച്ചത് ദുരൂഹമാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. LDFന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് തളർത്താൻ ശ്രമിക്കുകയാണെന്ന് LDF ജില്ലാ കമ്മിറ്റി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന വേളയിൽ എതിർ സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മറിക്കുന്നതാണ്. രാഷ്ട്രീയപരവും നിയമപരവുമായി ഇതിനെ നേരിടും. AICC അംഗം അനിൽ അക്കര കേന്ദ്ര ഏജൻസിയുടെ ഏജന്റാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണം. രാത്രി IT ഉദ്യോഗസ്ഥർക്കൊപ്പം തൃശൂർ ബാങ്കിൽ അനിൽ അക്കര എത്തിയത് ദുരൂഹമാണെന്നും LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. തൃശൂരിലെ സിപിഎം ഓഫീസായ അഴീക്കോടൻ മന്ദിരം കള്ളപ്പണത്തിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണെന്നും സിപിഎം ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടണമെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സിപിഎം രഹസ്യ അക്കൌണ്ടുകളിൽ നിന്ന് പിൻവലിച്ച കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച ബിജെപി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂരിലെ കള്ളപ്പണമാണ് രഹസ്യ അക്കൌണ്ടുകളായി സിപിഎം കൈയാളിയിരിക്കുന്നത്. പിൻവലിച്ച 10 കോടി രൂപ ആരു കൊടുത്തു, ആരുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നിവയെല്ലാം ജനങ്ങളോട് പറയാൻ സിപിഎമ്മിന് ബാധ്യതയുണ്ട്. 2018 ശേഷം അഴീക്കോടൻ മന്ദിരത്തിൽ എത്താത്ത മുഖ്യമന്ത്രി ധൃതി പിടിച്ചു വന്നതിന് പിന്നിൽ രഹസ്യ ഇടപാടിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നും മുഖ്യമന്ത്രി വന്നുപോയതിനു ശേഷമാണ് പണം പിൻവലിച്ചതെന്നും അനധികൃത സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വന്നു പോയതിനു ശേഷമാണ് പണം വിഡ്രോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കള്ളപ്പണത്തിൻ്റെ ഈ രഹസ്യ അക്കൗണ്ടിൻ്റെ ഈ മരവിപ്പിക്കലിന് കാരണമായിട്ടുള്ള ഈ അനധികൃത സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണം. സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പിനുള്ള കോടിക്കണക്കിന് രൂപ കരുവന്നൂരിലെ പണമാണ്. MK കണ്ണനാണ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് താക്കോൽ സൂക്ഷിപ്പുകാരൻ. താക്കോൽ സ്ഥാനത്ത് നിന്നും MK കണ്ണനെ മാറ്റാൻ സുനിൽകുമാർ തയ്യാറാകുമോ എന്ന് പറയണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കരുവന്നൂരിലെ വെള്ളാനയാണ് MK കണ്ണൻ. കരുവന്നൂരിലെ കള്ളപ്പണമാണ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പിലെ കോടിക്കണക്കിന് രൂപ. കരുവന്നൂർ വെള്ളാനയെ മാറ്റാൻ സുനിൽകുമാർ തയ്യാറാകുമോ? കള്ളപ്പണം വെള്ളപ്പണമാക്കിയതിന്റെ പാരിതോഷികമാണ് MK കണ്ണന് കേരള ബാങ്കിലെ ചെയർമാൻ സ്ഥാനം. സിപിഎമ്മിന്റെ അനധികൃത അക്കൌണ്ടുകളെക്കുറിച്ച് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്തത് അന്വേഷിക്കണമെന്നും ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ.
തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പൂരപ്പന്തലുകൾ ഉയരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ നായ്ക്കനാൽ പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു. നടുവിലാൽ പന്തലിന്റെ കാൽനാട്ട് രാവിലെ 8-നും നായ്ക്കനാൽ പന്തലിന്റെ കാൽനാട്ട് രാവിലെ 9-നുമായിരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, മേയർ MK വർഗീസ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TS സുന്ദർ മേനോൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 13-ന് കൊടിയേറ്റം നടക്കും. ഈ മാസം 19-നാണ് പൂരം. ബ്രോഡ്ബാൻഡ് മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്ത കേരള വിഷൻ. OTT പ്ലാറ്റ്ഫോം ഉടനെത്തും. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്ത് 30 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ കേബിൾ TV സർവീസും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 11 ലക്ഷം ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കാൻ കേരള വിഷന് സാധിച്ചു. ഇതിലൂടെ കോർപ്പറേറ്റ് മത്സരനിരയിൽ നിലവിൽ രാജ്യത്ത് 8ാം സ്ഥാനത്താണ് കേരളത്തിലെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറായ കേരള വിഷൻ. ഈ വർഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ 15 ലക്ഷത്തിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം കേരള വിഷന്റെ സ്വന്തം സൗജന്യ OTTയും ഉടനെത്തും. കേരള വിഷൻ ഇന്ന് രാജ്യത്ത് 7ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കോർപ്പറേറ്റുകളുടെ മത്സരമാണ് ഈ രംഗത്തുള്ളത്. പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് മാതൃകാപരമായിട്ട് 5ലേക്ക് എത്താവുന്ന രീതിയിലാണ് നമ്മളൊരു കാണുന്നത്. ഈ വർഷത്തെ ഒരു ടാർഗറ്റ് തന്നെ നമ്മൾ 15 ലക്ഷം ഭവനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ കേബിൾ TV ഒന്നാകെ ബ്രോഡ്ബാൻഡിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വരുന്ന ആളുകളിലൊക്കെ തന്നെ അതിലേക്ക് എത്തുകയും ഇന്ന് കേരളത്തിനകത്ത് മാത്രം ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമായിട്ടുള്ള കേരള വിഷന് ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ബ്രോഡ്ബാൻഡ് കൊടുക്കാവുന്ന ലൈസൻസ് കൈവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് OTT കാലഘട്ടമാണ്. കേരള വിഷൻ്റെ തനത് OTT അധികം താമസിയാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തും. ആ OTTയുടെ പേര് തന്നെ കീ എന്ന് പറയുന്ന കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെൻ്റ് എന്നാണ് അതിൻ്റെ OTTയുടെ പേര്. 15ഓളം OTT നമ്മുടെ പാക്കേജിൻ്റെ കൂടെ തന്നെ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് ആ പാക്കേജിലേക്ക് ഉയർന്ന പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ സൗജന്യമായി ലഭിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു മുന്നേറ്റത്തിന് കസ്റ്റമർ ബേസ് നിലനിർത്തുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. അതിലുപരിയായിട്ട് കേരളത്തിലുള്ള കേബിൾ TV ഇൻ്റർനെറ്റ് സേവനം കൊടുക്കുന്ന ഓരോ ഓപ്പറേറ്റർക്കും CCTVയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റ് സ്വീകരിക്കാവുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. മികച്ച ഇന്റർനെറ്റ് കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ K-ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. ലക്ഷം ആളുകൾ പൂരവുമായി ബന്ധപ്പെട്ട് കടന്നു വരുമ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാനും അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അറിയാനുമുള്ള നാളുകളാണ് ഈ വരുന്ന 1-2 മാസ കാലഘട്ടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മേയർ MK വർഗീസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ബ്രോഡ്ബാൻഡ് പ്രൊവൈഡർ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, അത് കേരള വിഷനാണ്. ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ എക്സിബിഷനകത്ത് നിർബന്ധമായും അവർ എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. എന്തായാലും ഉന്നതിയിലേക്ക് പോകട്ടെ. എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും നേരുന്നു. KCCL MD PP സുരേഷ് കുമാർ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD T ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ ഡയറക്ടർമാരായ R മോഹനകൃഷ്ണൻ, RH ഹാരിസ്, KC ജോൺസൺ, VI സിജോ, PP ഓംപ്രകാശ്, COA ജില്ലാ കമ്മിറ്റി അംഗം PV ജോഷി, തൃശൂർ ടൗൺ മേഖലാ പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറി KV സുധീർ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തളിക്കുളം കച്ചേരിപ്പടിയിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. എറണാകുളം അമ്പലപ്പടി സ്വദേശി വടക്കേ വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ 40 വയസ്സുള്ള ജാമിയയാണ് മരിച്ചത്. മറ്റ് യാത്രക്കാരായ ഷെഷ, മാജിദ്, മിയ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു.
കുന്നംകുളം കമ്പിപ്പാലം സ്റ്റോപ്പിന് സമീപം KSRTC ലോ ഫ്ലോർ ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 4 വയസ്സുകാരി ഉൾപ്പെടെ 9 പേർക്ക് പരിക്കേറ്റു. മുംബൈയിൽ നിന്നും പാഴ്സലുമായി കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറി ബസിന്റെ വലതുവശത്ത് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിലും ഗുരുതര പരിക്കേറ്റ കോഴിക്കോട് സ്വദേശി പ്രസാദിനെ അമല ആശുപത്രിയിലേക്കും മാറ്റി. പത്തനംതിട്ട കൃഷ്ണാലയത്തിൽ ബൈജു, കോഴിക്കോട് സ്വദേശി വലിയപറമ്പിൽ മൂസി, കോട്ടയം സ്വദേശി ബിജോയ്, ഭാര്യ ഷീന, മകൾ ആഗ്നസ്, കോട്ടയം സ്വദേശി എഡ്വിൻ, കോഴിക്കോട് സ്വദേശി അഖിൽ എന്നിവരെ അൻസാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസിന്റെ വലതുവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നാണ് യാത്രക്കാർക്ക് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ ആക്രമണം. ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ വിശ്വനാഥനാണ് ആക്രമണത്തിനിരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്രാളിക്കാവ് സ്വദേശിയായ സജിത് അഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുട്ടിക്ക് ചെവിവേദനയുമായി ജില്ലാ ആശുപത്രിയിലെത്തിയ സജിത്ത് ഉടൻ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ഡോക്ടർ അത്യാഹിത വിഭാഗത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉടൻ എത്തുമെന്ന് പറഞ്ഞെങ്കിലും യുവാവ് അസഭ്യം വിളിച്ച് സെക്യൂരിറ്റി ജീവനക്കാരനായ വിശ്വനാഥനെ ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആശുപത്രി അങ്കണത്തിൽ പ്രതിഷേധ യോഗം ചേർന്നു. ഡോക്ടർ രേഖ, ഡോക്ടർ സജി കെ സുബൈർ, നഴ്സിംഗ് സൂപ്രണ്ട് ലക്ഷ്മിക്കുട്ടി, സീനിയർ നഴ്സിംഗ് ഓഫീസർ രതി, അരുൺകുമാർ, KGMOA പ്രസിഡന്റ് ബിനോജ് ജോർജ് മാത്യു തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മൂർഖനാട് ഇരട്ടക്കൊലപാതക കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. മണ്ണുത്തി പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ള മാടക്കത്തറ വടക്കൂട്ട് വീട്ടിൽ ദിനേശ് എന്ന കുട്ടൻ, നിരവധി കേസുകളിൽ പ്രതിയായ പുല്ലൂർ തുറവൻകാട് തൈവളപ്പിൽ വീട്ടിൽ അഭിഷേക് എന്ന ടുട്ടു എന്നിവരെയാണ് ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12ആയി. കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ സംഘർഷത്തിൽ തൃശൂർ അരിമ്പൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ്, ആനന്ദപുരം സ്വദേശി പൊന്നയത്ത് വീട്ടിൽ സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. കടം എടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. തുലാം, വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി 1 മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത്. വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്ത് കൃഷി ഇറക്കാൻ കഴിയാതെയായി. പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് 1 മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. കൂടാതെ 100 അടി തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി. 100 അടി തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഈ 500 ഏക്കറോളം മേലെ ഉണങ്ങിക്കിടക്കുന്നത് വളരെ ദയനീയമായ, കൃഷിക്കാരെല്ലാവരും കടക്കെണിയിലായി വളരെ പ്രയാസത്തിലാണ്. എല്ലാ കൃഷിക്കാരും കടക്കെണിയിൽ 4 ഏക്കർ, 5 ഏക്കർ, 6 ഏക്കർ, 7 ഏക്കറൊക്കെ പണിത കൃഷിക്കാർ ലക്ഷങ്ങളുടെ കടക്കെണിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് മനസ്സ് വെച്ച് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ കൃഷിക്കാർക്ക് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ. 40 വർഷമായി തരിച്ചു കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് 3 വർഷം മുൻപാണ് കൃഷി ഇറക്കി തുടങ്ങിയത്. ഈ 3 വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു. TCV കുന്നംകുളം. പെരിങ്ങോട്ടുകരയിൽ വീട്ടിൽ മോഷണം, 26,000 രൂപ നഷ്ടപ്പെട്ടു. ശ്രീനാരായണ റോഡിന് സമീപം പുഴക്കലാത്ത് രജീഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പിൻവാതിലിലൂടെ കടന്ന മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാര തുറന്ന് 2 കവറിലാക്കി സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. അലമാരയിലെ സാധന സാമഗ്രികൾ കട്ടിലിൽ വലിച്ചിട്ട നിലയിലായിരുന്നു. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നാട്ടിക മണ്ഡലത്തിലെ 2ാം ഘട്ട പര്യടനം പള്ളിപ്പുറം സെന്ററിൽ നിന്ന് ആരംഭിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. പാറളം, അവണിശ്ശേരി, ചേർപ്പ്, ചാഴൂർ പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ VS സുനിൽകുമാറിന് സ്വീകരണം നൽകി. PR വർഗീസ്, KP സന്ദീപ്, AS ദിനകരൻ, ഷീല വിജയകുമാർ, ഷീന പറയങ്കാട്ടിൽ എന്നിവർ സംസാരിച്ചു.
പൊതുതിരഞ്ഞെടുപ്പ് ജനറൽ നിരീക്ഷകൻ ഋതേന്ദ്ര നാരായണൻ ബസു റോയ് ചൌധരി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള സ്ട്രോങ് റൂമുകൾ സന്ദർശിച്ച് സജ്ജീകരണങ്ങൾ വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പോലീസുമായും ഒരുക്കങ്ങൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. ചാലക്കുടി മണ്ഡലം വരണാധികാരി ആശാ സി അബ്രഹാം ഒപ്പമുണ്ടായിരുന്നു. റംസാൻ നോമ്പിന്റെ വിശുദ്ധിയിൽ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയും പെരുമയുമാകുകയാണ് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദിലെ നോമ്പുകാലത്തെ ഔഷധഗുണമുള്ള മസാലക്കഞ്ഞി വിതരണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഇവിടുത്തെ ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാൻ എത്തുന്നത്. ഓട്ടോ ഡ്രൈവറായ മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ 45 വർഷമായി മുടങ്ങാതെ നോമ്പുതുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. 14-ാം വയസ്സിൽ സഹായിയായി കൂടിയതാണ് റഫീഖിന്റെ ഈ കഞ്ഞി പാചകം. വിവിധ മസാലക്കൂട്ടുകളും ഔഷധക്കൂട്ടുകളും അടങ്ങിയ പോഷകസമൃദ്ധമായ മസാലക്കഞ്ഞിയുടെ ചേരുവകൾ പകർന്നു നൽകിയത് ഈ പള്ളിയിൽ ഇമാമായി സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹിയായിരുന്നു. റംസാൻ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 2 വലിയ ആടുകളുടെ ഇറച്ചി ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത്. നെയ്ച്ചോർ അരിയാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഉലുവ, ആശാളി, നല്ല ജീരകം, മല്ലിപ്പൊടി, വെളുത്തുള്ളി, അമോദകം, പുതിനയില, മഞ്ഞൾ തുടങ്ങി നിരവധി ഔഷധക്കൂട്ടുകൾ ചേർത്താണ് ദിവസവും ശരാശരി 2000-ലധികം ആളുകൾക്കുള്ള കഞ്ഞി തയ്യാറാക്കുന്നത്. റഫീഖ് ഒറ്റയ്ക്കാണ് പാചകം മുഴുവൻ ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 3 വലിയ ചെമ്പിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. കഞ്ഞി വിളമ്പാൻ മാത്രമാണ് സഹായികളുള്ളത്. അസർ നമസ്കാരത്തിന് ശേഷം 5:30 കഞ്ഞി വിളമ്പി തയ്യാറാക്കും. കൂടാതെ ഇഫ്താറിന് അത്താഴം കഴിക്കാനുള്ള കഞ്ഞി കൊടുത്തുവിടാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പലചരക്കുകൾ ഉപയോഗിച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. ദിവസവും 40,000 രൂപയോളം കഞ്ഞിക്ക് ചിലവ് വരുമെന്നും വിശ്വാസികൾ തരുന്ന സംഖ്യ ഉപയോഗിച്ചാണ് റംസാൻ കഞ്ഞി വിതരണം മുടങ്ങാതെ തുടർന്നുകൊണ്ടു പോകാനാകുന്നതെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ് പറഞ്ഞു. ഇവിടെ ഒരു ദിവസം നോമ്പ് തുറക്കി തരുന്ന 40,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം വിശ്വാസികൾ തരുന്ന സംഖ്യയാണ്. എല്ലാ സംഖ്യയും നോമ്പ് തുറക്കി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഇത് തമിഴ്നാട്ടിലെ ഒരു ഇമാം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മെനുവാണ് ഈ കഞ്ഞി. റഫീഖിൻ്റെ അയാളുടെ ശിക്ഷണത്തിൽ പുലർന്നതാണ്. അതും അതേ രുചിയും ഒരു വ്യത്യാസമില്ലാതെ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഏത് ജാതി മതം ആര് വന്നാലും ഞങ്ങൾക്ക് ജാതി പ്രശ്നമല്ല ഇവിടെ. 14-ാം വയസ്സിൽ ഇമാമിൽ നിന്ന് സ്വായത്തമാക്കിയ രഹസ്യക്കൂട്ടുകളടങ്ങിയ കഞ്ഞി പാചകത്തിന്റെ സ്വാദ് ഒട്ടും കുറയാതെ 45 വർഷമായിട്ടും ഇന്നും മുടങ്ങാതെ കഞ്ഞി തയ്യാറാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പാചകക്കാരനായ റഫീഖ് പറയുന്നു. 45 വർഷത്തോളം ഇപ്പോൾ ഈ പണി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കൊല്ലം പോലും മുടങ്ങാണ്ട് അള്ളാഹുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഈ തെട്ടിങ്ങാടി പള്ളിയുടെ ഒരു ബർക്കത്ത് കൊണ്ട് എന്ന് പറയാം. ഈ കഞ്ഞിക്കൊക്കെ രുചി വരുന്നത് അതുകൊണ്ടാണ്. പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ബാസിദ്, പ്രസിഡന്റ് ഖയാദ് ഖാൻ, സിയാദ് മുത്തവല്ലി, ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റസാഖ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ തന്നെയാണ് മസാലക്കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകുന്നതും. TCV ന്യൂസ്, തൃശൂർ. പൊതുവിദ്യാഭ്യാസത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെട്ടുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയന നീക്കത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർ പ്രതിഷേധ സമരം നടത്തി. FHSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടന്ന പാട്ടക്കുട്ടി പ്രതിഷേധ സമരം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജർ ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ലോകം മുഴുവൻ വികേന്ദ്രീകരണത്തിലേക്ക് മാറുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം കേന്ദ്രീകരണത്തിലേക്ക് തിരിച്ചുപോകുന്നത് വിചിത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. FHSTA ജില്ലാ ചെയർമാൻ PT കിറ്റോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ KA വർഗീസ്, കൺവീനർ U അനന്തകൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നീൽ ടോം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സംഗമത്തോടനുബന്ധിച്ച് നടന്ന പാട്ടക്കുട്ടി പ്രതിഷേധ റാലിക്ക് AHSTA സർവീസ് സെൽ സംസ്ഥാന കൺവീനർ മർഫിൻ ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജോസ്, ജില്ലാ സെക്രട്ടറി റെജോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
അനാചാരങ്ങളുടെയും അയിത്തത്തിന്റെയും അപകടകരമായ ഒരു തിരിച്ചുപോക്കിന്റെ കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. കവിയും ഗാനരചയിതാവുമായ GK പള്ളത്ത് രചിച്ച ഗാനാർച്ചന എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ചലച്ചിത്ര നടൻ TG രവി അധ്യക്ഷത വഹിച്ചു. ഗാനാർച്ചന എന്ന പുസ്തകം മന്ത്രി കെ രാജൻ ചലച്ചിത്ര നടി അപർണ ബാലമുരളിക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രൊഫസർ G ഗോപാലകൃഷ്ണൻ പുസ്തക പരിചയം നടത്തി. പത്മശ്രീ ഡോക്ടർ TS സുന്ദർ മേനോൻ, രാധിക മേനോൻ, റിട്ടയേർഡ് ജഡ്ജ് ഡോക്ടർ N വിജയകുമാർ, സംഗീത സംവിധായകൻ തൃശൂർ ഡേവിസ്, പാർമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, ഗ്രന്ഥകർത്താവ് GK പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗായകനും സംഗീത സംവിധായകനുമായ KP ബാലമുരളി നയിച്ച ഗാനസന്ധ്യയും അരങ്ങേറി. സംസ്ഥാനത്ത് വീണ്ടും റെക്കോർഡിട്ട സ്വർണ്ണവില. 960 രൂപ കൂടി 1 പവൻ സ്വർണത്തിന്റെ വില 52,000 കടന്നു. ഇന്ന് 1 പവൻ സ്വർണത്തിന് 52,280 രൂപയാണ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാമിന് 6,535 രൂപയായി. 9 ദിവസത്തിനിടെ 2,920 രൂപയാണ് കൂടിയത്. ഏപ്രിൽ 4-ന് റെക്കോർഡ് വിലയിലെത്തിയിരുന്നു. ഡോളറിനോട് രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സുരക്ഷിത നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. 3 തവണ ഉദ്ഘാടനവും ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയെങ്കിലും ചാലക്കുടി നഗരസഭയുടെ നോർത്ത് ബസ് സ്റ്റാൻഡ് ഇന്നും നോക്കുകുത്തിയായി തുടരുന്നു. ഇതര വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നാട്ടുകാർക്ക് വിശ്രമിക്കാനുമാണ് നഗരസഭയുടെ അഭിമാന പദ്ധതികളിലൊന്നായ നോർത്ത് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 1-2 ബസ്സുകൾ മാത്രമാണ് ഈ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത്. ബസ് കയറാൻ ഇവിടെ യാത്രക്കാർ എത്താത്തതാണ് പ്രധാന പ്രശ്നം. സ്റ്റാൻഡിന് സമീപമുള്ള ട്രാംവേ റോഡ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബസ് ഷെൽട്ടറിനെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. ഷെൽട്ടർ ഇവിടെ നിന്നും മാറ്റുന്നതുൾപ്പെടെ നിരവധി ട്രാഫിക് പരിഷ്കാരങ്ങൾ പലവട്ടം നഗരസഭാ ചെയർമാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നും നടപ്പിലായില്ല. സ്വകാര്യ ബസ്സുടമകൾ മുടന്തൻ ന്യായങ്ങൾ നിരത്തിയതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വിലങ്ങുതടിയായത്. ചില തീരുമാനങ്ങൾക്കെതിരെ വ്യാപാരികളും രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനായി ഈ നോർത്ത് ബസ് സ്റ്റാൻഡിനെ പ്രയോജനപ്പെടുത്തുന്നതിൽ നഗരസഭാ ഭരണസമിതിക്ക് വലിയ വീഴ്ച സംഭവിച്ചെന്ന് ആക്ഷേപമുണ്ട്. 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് തുടങ്ങാനുള്ള പ്രയത്നങ്ങൾ. ഇടത് വലത് മുന്നണികൾ പരസ്പരം പോരടിച്ച ശേഷമാണ് ഇത് യാഥാർത്ഥ്യമായത്. മത്സരിച്ച് 3 ഉദ്ഘാടനവും നടത്തിയിരുന്നു. TCV ചാലക്കുടി. അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA-യുമായി 2 പേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി കിടങ്ങൻ വീട്ടിൽ ലിസൺ, വെസ്റ്റ് മങ്ങാട് സ്വദേശി വടാശ്ശേരി വീട്ടിൽ രാകേഷ് എന്നിവരാണ് പിടിയിലായത്. പെരുമ്പിലാവ് കോട്ടൂലിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വാടക വീടെടുത്ത് താമസിച്ച യുവാക്കൾ, സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളിൽ നിന്ന് 11.40 ഗ്രാം MDMA പിടികൂടിയത്. ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനായി മേഖലയിൽ പരിശോധന ശക്തമാക്കിയതായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ അറിയിച്ചു. അടിപിടി കേസിൽ 22 വർഷമായി ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി സ്വദേശി എടത്തുരുത്തി കൊട്ടുക്കൽ വീട്ടിൽ നിഷാദാണ് അറസ്റ്റിലായത്. 2002-ൽ അടിപിടി കേസിൽ പ്രതിയായ ഇയാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. 2007-ൽ പ്രതിയെ ചാവക്കാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. വിദേശത്ത് ഒളിവിലായിരുന്ന പ്രതി തളിക്കുളം ഇടശ്ശേരി പുളിയംതുരുത്തിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വാടാനപ്പള്ളി SHO BS ബിനു, SI മുഹമ്മദ് റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചെറുതുരുത്തി വള്ളത്തോൾ മ്യൂസിയത്തിന് സമീപം മിനി ലോറിക്ക് പുറകിൽ ബസ് ഇടിച്ച അപകടം. തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പൈപ്പുകൾ കയറ്റി പോവുകയായിരുന്ന മിനി ലോറി പെട്ടെന്ന് നിർത്തിയതിനെ തുടർന്ന് പിറകിൽ വന്നിരുന്ന സ്വകാര്യ ബസ് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസിന്റെ ചില്ല് പൂർണ്ണമായും തകർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. 5 കോടി രൂപയുടെ അക്കൌണ്ടാണ് മരവിപ്പിച്ചത്. പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ നിർദ്ദേശിച്ച് ആദായ നികുതി വകുപ്പ്. നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകളെന്നും ഒന്നും ഒളിക്കാനില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. തൃശൂരിലെ CPM ഓഫീസായ അഴിക്കോടൻ മന്ദിരം കള്ളപ്പണത്തിന്റെ കോട്ടയായി മാറിയിരിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും BJP. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ടിൽ നടന്നു. കൊടിയേറ്റം 13-ന്.
ബ്രോഡ്ബാൻഡ് മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്ത കേരള വിഷൻ. OTT പ്ലാറ്റ്ഫോം ഉടനെത്തും. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ കേരള വിഷന്റെ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. തളിക്കുളത്ത് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് കാർ യാത്രികയായ യുവതി മരിച്ചു. കുന്നംകുളത്ത് KSRTC ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.